കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ബോഡി പോളിഷിങ്ങിനെയും വാക്സ് കോട്ടിങ്ങിനെയും പറ്റിയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ആദ്യം തന്നെ നന്ദി അറിയിക്കട്ടെ. എന്നാൽ വീഡിയോ ചെയ്യുന്ന ആ പ്രോസസ്സിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിലുപയോഗിക്കുന്ന ഓരോ പ്രൊഡക്റ്റ്. ചില സമയത്ത് നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാക്സ് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് മങ്ങി പഴയ രീതിയിൽ തന്നെ ആവുന്നത് കാണാവുന്നതാണ്. ഇത് ആ പ്രൊഡക്റ്റിൻ്റെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയുടെ ഡിഫറൻസ് കൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന രീതി ഒരുപോലെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്ര നാൾ ഇത് നിലനിൽക്കും എന്നതിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചാണ്. ചില ആൾക്കാരുണ്ട് വണ്ടി വാങ്ങി ഒന്ന് പോളിഷ് ചെയ്ത ശേഷം മറിച്ച് വിൽക്കുന്ന ആൾക്കാർ. അത്ര ആൾക്കാർക്ക് ആ ഒരു ചെറിയ കാലയളവിൽ മാത്രം ആ പോളിഷ് നിലനിന്നാൽ മതി. അങ്ങനെയുള്ള ആൾക്കാർ സാധാരണ യൂസ് ചെയ്യുക ചീപ്പ് പ്രൊഡക്ട്സ് ആണ്. എന്നാൽ നമ്മൾ മറ്റൊരാൾക്ക് ഇത് പോളിഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന് ഇത് കുറേ നാൾ നിലനിൽക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. സാധാരണ ഒരു വാക്സ് കോട്ടിങ്ങിന് 2000 3000 ഒക്കെയാണ് നമ്മളുടെ മാർക്കറ്റിൽ വാങ്ങിക്കാറുള്ളത്. എന്നാൽ നമ്മൾക്കത് സ്വന്തമായി ചെയ്യാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ 200 മുതൽ 300 റേഞ്ചിൽ ഉള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് സ്വന്തമായി നല്ല രീതിയിൽ തന്നെ വീട്ടിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ്. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്വന്തമായി വാക്സ് കോട്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. ഈ വാക്സ് കോട്ട് ചെയ്യുമ്പോൾ ഇതിലെ ഓരോ പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഓരോ സ്റ്റെപ്പും വിടാതെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം വാക്സ് കോട്ടിംഗ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ സാജു, നമ്മുടെ ചാനൽ സാജു ആൻഡ് കാർഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വാക്സ് കോട്ട് ചെയ്യാൻ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് വാക്സ് കോമ്പൗണ്ടാണ്. ഈ വാക്സ് കോമ്പൗണ്ടിൽ ഇന്ന് അംഗീകരിക്കപ്പെട്ട ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് 3M ആണ്. ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഒരു നല്ല പ്രൊഡക്റ്റായി കരുതുന്ന ഒരു ബ്രാൻഡാണ് 3Mൻ്റെ കോമ്പൗണ്ട്സ്. നമ്മൾ ഈ വാക്സ് കോട്ട് ചെയ്യുന്നതിനുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമേ നമുക്ക് നോക്കാം. ഒന്ന്, നമ്മളുടെ പെയിൻറ്റിന് നല്ല ബോഡിക്ക് നല്ല ഷൈനിങ് കിട്ടും. രണ്ടാമത്, പെയിൻറ്റിൻ്റെ കളർ ഫെയ്ഡ് ആവാതിരിക്കാൻ ഇത് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ വാക്സ് കോട്ടിങ് അൾട്രാവയലറ്റ് റേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഈ പെയിൻറ്റിന് ലോങ് ലൈഫ് കിട്ടുന്നത്. അടുത്തതാണ്, ചെറിയ ചെറിയ സ്ക്രാച്ചുകളിൽ നിന്നൊക്കെ നമ്മളുടെ പെയിൻറ്റിനെ സംരക്ഷിക്കാൻ ഈ വാക്സ് കോട്ടിങ്ങിന് കഴിയും. മാർക്കറ്റിൽ ഇഷ്ടം പോലെ വാക്സ് കോമ്പൗണ്ട് ഇന്ന് അവൈലബിൾ ആണ്. എന്നാൽ ചീപ്പും അതുപോലെ തന്നെ ക്വാളിറ്റിയുമുള്ള ഒരു വാക്സ് കോമ്പൗണ്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് 3Mൻ്റെ പ്രീമിയം ലിക്വിഡ് വാക്സ് കോമ്പൗണ്ടാണ്. ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റിൽ ഏകദേശം 205 രൂപയ്ക്ക് ഓഫർ അവൈലബിൾ ആയിരുന്നു. ചില സമയത്ത് ഇതിന് 205 എന്നുള്ളത് 325 ഒക്കെ ആയി കാണാറുണ്ട്. ഓഫറുള്ള സമയത്ത് 205 വരെ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്താൽ 205 രൂപയ്ക്ക് ഈ സാധനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയ സാധാരണ ചീപ്പ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിന് പോലും ഈ 200 റേഞ്ചിലൊക്കെ വില വരുന്നുണ്ട്. ഇനി ഫ്ലിപ്കാർട്ട് വിട്ട് നമുക്ക് ആമസോണിലേക്ക് വന്നാൽ ഇതിനേകദേശം 276 രൂപ വില കാണിക്കുന്നുണ്ട്. അതും ചില ഓഫറുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഓഫറുകളൊക്കെ ഉള്ള സമയം നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റിന് അല്പം വില കുറച്ച് കിട്ടുന്നതാണ്. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് ഈ സാധനം കയ്യിൽ കിട്ടുന്നതാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ വാക്സ് കോമ്പൗണ്ട് ബോഡിയിൽ അപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് ബോഡി വാക്സ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പ്രൊസീജിയർ ഞാൻ വളരെ വേഗത്തിൽ ഓടിച്ച് പറയുകയാണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ പോളിഷ് ആൻഡ് വാക്സിങ്ങിനെ പറ്റി ചെയ്ത ആ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വാക്സ് ചെയ്യേണ്ട പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുന്നതാണ്. നമ്മൾക്ക് കിട്ടിയ ഈ ലിക്വിഡ് വാക്സ് നമ്മൾ മൈക്രോ ഫൈബർ തുണി നമ്മളുടെ വീടുകളിലൊക്കെ സാധാരണ കാണുന്നതാണ്. തുടയ്ക്കാനൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ്. നല്ലൊരു ക്ലോത്തിലേക്ക് ഈ കോമ്പൗണ്ട് എടുത്ത ശേഷം ഇത് നമ്മളുടെ ബോഡിയിൽ, കാറിൻ്റെ ബോഡിയെങ്കിൽ കാറിൻ്റെ ബോഡിയിൽ, അല്ലെങ്കിൽ ബൈക്കെങ്കിൽ ബൈക്ക്, ഇത് ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മൾ വാക്സ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്യേണ്ടത് സർക്കുലർ മോഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ സർക്കുലർ മോഷനിൽ ബോഡിയിൽ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ ആദ്യം ഒരു പാനൽ അല്ലെങ്കിൽ ഒരു ഡോർ അത് മുഴുവനായി തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം അടുത്ത പാനൽ, അങ്ങനെ ഓരോരോ പാനലായിട്ട് മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് ഡ്രൈ ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഏകദേശം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ ഇത് ഫുള്ളായിട്ട് ഡ്രൈ ആവുന്നതാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത ഈ വാക്സ് ഈ പെയിൻറ്റിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. എക്സസ് ഉള്ള ഈ വാക്സ് പൗഡർ രൂപത്തിൽ നമ്മുടെ ബോഡിയുടെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കും. അത് ഫുള്ളായി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ മുകളിൽ വശം മുഴുവൻ കാണാം. ഇങ്ങനെ വെളുത്ത പൗഡേഴ്സ് കാണാൻ പറ്റും. ഇത് നമ്മൾക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കോട്ടിങ് ഓൾറെഡി അതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമില്ലാത്ത ഈ പൗഡറിനെ മുഴുവനായിട്ട് തുടച്ച് കളയുക എന്നുള്ളതാണ്. നല്ലൊരു മൈക്രോ ഫൈബർ തുണി എടുത്ത് നല്ലവണ്ണം തന്നെ ഇത് തുടച്ച് മാറ്റുവാൻ ശ്രദ്ധിക്കുക. ഒരു ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ച് വേണം
തുടച്ച് മാറ്റുക. ഇതിന് പ്രത്യേകിച്ച് വാട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല രീതിയിൽ തുടച്ച് മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ആ ബോഡിയിലെ ഷൈനിങ് അവിടെ കാണാവുന്നതാണ്. നമ്മളിങ്ങനെ വാക്സ് കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തിട്ട് ഒരിക്കലും വാക്സ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മൾ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇട്ട് വാക്സ് ചെയ്യുകയാണെങ്കിൽ സൺലൈറ്റ് ഡയറക്റ്റ് വരും. അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ കാർപോർട്സിനുള്ളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ഡായിട്ടുള്ള പ്ലേസിലിട്ടിട്ട് നമ്മൾ വാക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ വാക്സ് ചെയ്യുന്ന മുമ്പ് ഈ പെയിൻറ്റഡ് സർഫസ് നല്ല രീതിയിൽ ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. ക്ലീനും ആയിരിക്കണം, ഡ്രൈയും ആയിരിക്കണം. ഇനി ആരുടെയെങ്കിലും കയ്യിൽ മൈക്രോ ഫൈബർ ക്ലോത്ത് ഇല്ലെങ്കിൽ നല്ല ക്ലീനായിട്ടുള്ളൊരു ക്ലോത്ത് ഉപയോഗിച്ച് ഇതിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല വേസ്റ്റ് ഉണ്ടെങ്കിലും അത് നമുക്ക് മൈക്രോ ഫൈബർ ക്ലോത്തിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. മൈക്രോ ഫൈബർ ക്ലോത്തും നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. നമ്മളുടെ ഏത് ഓൺലൈൻ സൈറ്റിൽ നോക്കിയാലും മൈക്രോ ഫൈബർ ക്ലോത്ത് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. അതിനും ഏകദേശം 200 to 300 റേഞ്ചാണ് ഇതിന് വില. ഏകദേശം 2-3 അടങ്ങിയ സെറ്റാണ് ഇതിന് ലഭിക്കുക. ഒരെണ്ണമായിട്ട് നമ്മളിപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ ഏകദേശം 150 മുകളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് 2-3 അടങ്ങിയ സെറ്റ് വാങ്ങിക്കുന്നതാണ് നല്ലത്. 200 to 300 ആ റേഞ്ചിൽ നമുക്ക് ഇത് ലഭ്യമാണ്. ഇത് മുഴുവനായിട്ട് നമ്മുടെ വാക്സ് കോട്ടിങ്ങിന് ഉപയോഗിച്ചില്ലെങ്കിൽ അധികം വരുന്നത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന്, പ്രത്യേകിച്ച് അടുക്കളയിലും അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും തുടക്കാനും ഒക്കെ നമുക്ക് ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ കാറ് വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനൊക്കെ ഈ ഫൈബർ ക്ലോത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മുമ്പ് പറഞ്ഞ പോലെ വാക്സ് കോട്ടിങ്ങിനെ പറ്റിയുള്ള വീഡിയോ മുഴുവനായി കാണാൻ വേണ്ടി നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കുന്ന എൻ്റെ സ്ക്രീനിൽ തമ്പനയിൽ വരും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാക്സ് കോട്ടിങ്ങിൻ്റെ ഫുള്ളായിട്ടുള്ള പ്രൊസീജിയറുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മൾ ഇന്ന് ഈ വാക്സ് കോട്ടിങ് ഉപയോഗിച്ചിരിക്കുന്ന ആകെപ്പാടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ 3Mൻ്റെ അതൊരു നല്ല ക്വാളിറ്റി പ്രീമിയം ലിക്വിഡ് വാക്സ് ആണ്. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ശേഷമുള്ള നിങ്ങളുടെ കമൻറ്റ് എന്തായാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.